ഒന്നാലോചിച്ച് നോക്ക്, ഒരുപാട് ഫർള് നിങ്ങൾക്ക് ഖളാ ഉണ്ടല്ലേ, പ്രത്യേകിച്ച് സുബ്ഹ്. നാളെ റബ്ബ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നീ ലൊഹറും ആസറും മഗ്രിബും ഇശാഉം സുബ്ഹും നിസ്കരിച്ചോ എന്നാണ്. 100 കണക്കിന് സുബ്ഹ് നിസ്കാരം ഖളായിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള നല്ലൊരു ട്രിക്ക് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. മിക്ക ആളുകൾക്കും സുബ്ഹ് നിസ്കാരമായിരിക്കും പോയിട്ടുണ്ടാവുക. ഇന്നു മുതൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ, തറാവീഹിന് കൈകെട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട സുബഹി നിസ്കാരം മനസ്സിൽ കരുതുക. നമ്മുടെ മദ്ഹബ് പ്രകാരം സുന്നത്തായ നിസ്കാരത്തിന്റെ പിന്നിൽ പോയി ഫർള് തുടരുന്നത് കൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് സുബഹി നഷ്ടപ്പെട്ടത് നിങ്ങൾക്കും അറിയാം, റബ്ബിനും അറിയാം. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് തറാവീഹ് നിയത്ത് വെക്കുന്നതിന് പകരം എന്റെ നഷ്ടമായ സുബഹി നിസ്കാരം അല്ലാഹു അക്ബർ കൈകെട്ടുക. ഒരു ദിവസം കൊണ്ട് മാത്രം നിങ്ങളുടെ നഷ്ടപ്പെട്ട 10 സുബ്ഹാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു മാസം കൊണ്ട് 300 സുബ്ഹ് നിസ്കാരം നിങ്ങൾക്ക് അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം ഫർള് നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് സുന്നത്ത് നിസ്കാരം. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖളായിനെ തുടരാം, ഖളായിനോട് അദായിനെ തുടരാം. മറ്റാരും അറിയേണ്ട ചങ്ങായി, ഇനി തറാവ് നിസ്കരിക്കുമ്പോ ഇനി ബേക്കെന്ന് കരുതുക. എനിക്ക് ഖളായി സുബഹി എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആല നിസ്കാരം അല്ലാഹു അക്ബർ. തറാവ് എന്താ ഇനി തുടരുക. ഇമാം 2 റക്അത്ത് തറാവ് നിസ്കരിക്കുമ്പോ ഇന്റെ ഒരു സുബഹി ഖളാവ് കിട്ടി. പിന്നെ കൈകെട്ടുമ്പോ സുബഹി എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആല ഇമാമോട് നിസ്കരിക്കും അല്ലാഹു അക്ബർ. ഇമാമിന്റെ 20 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോൾ എനിക്ക് 10 ദിവസത്തെ സുബഹി ഖളാവ് കിട്ടി. 10 ദിവസം 3 ദിവസമാകുമ്പോൾ 1 മാസത്തെ സുബഹി ഖളാവ് കിട്ടിയിട്ടുണ്ടാവും. 30 ദിവസമാകുമ്പോൾ എത്രയാവും? ഏതാണ്ട് ഒരു കൊല്ലത്തോളം സുബഹി അങ്ങ് തീർന്നില്ല. ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. നമ്മളെ കൽബിൽ എന്താണെന്ന് മറ്റൊരാൾ അറിയില്ലല്ലോ. കേട്ടവനെ സുബഹിയിൽ ഒരുപാട് ഖളാവുണ്ടാകും. തറാവി കയറുമ്പോൾ ആരും അറിയണ്ട, ഇനിയും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി. കരുതിക്കൂട്ടി തന്നെ തുടരാം. ഫർദിനോട് സുന്നത്തിനെ തുടരാം, സുന്നത്തിനോട് ഫർദിനെ തുടരാം, അദായിനോട് ഖളായിനെ തുടരാം, ഖളായിനോട് അദായിനെ തുടരാം. ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ അമൽ ചെയ്യാൻ മുൻപോട്ട് വരുമായിരുന്നു.